ഹലോ, ബിൽഡിയർ കരിയറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ NTPCയുടെ സ്റ്റഡി പ്ലാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ഏതാണ്? ഹിസ്റ്ററിയാണ്. ഓക്കെ, ചരിത്രം എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്? സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ്. കാരണം പഠിക്കാൻ ഒരുപാടുണ്ട് അല്ലെ. നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇന്നലെ സംഭവിച്ചതടക്കം നമ്മൾ എന്തിൽ പഠിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചതടക്കം പഠിക്കുന്നത് ഹിസ്റ്ററിയിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ പലരും എന്താ ചെയ്യുക, ബാക്കി എല്ലാം നന്നായി പഠിച്ച് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു ഭാഗമാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ്, അതുകൊണ്ട് തന്നെയാണ് മാർക്ക് സ്കോറിംഗ് ടോപ്പിക് ആയിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റും? ഹിസ്റ്ററി പറയാൻ പറ്റും. കാരണം നമ്മൾ അത് കൃത്യമായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാർക്ക് വ്യത്യാസം വരുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് ഹിസ്റ്ററിയുടെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ആൻഷ്യന്റ് ഇന്ത്യയാണ്. ഓക്കെ, ആൻഷ്യന്റ് ഇന്ത്യയുടെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. എന്താ നോക്കുന്നത്? ആൻഷ്യന്റ് ഇന്ത്യയുടെ ടൈം ലൈൻ, ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ രാജവംശങ്ങളായിരുന്നു ഭരിച്ചിരുന്നത് എന്നും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ ബിൽഡിയർ കരിയറിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ആദ്യം നമുക്ക് ടൈം ലൈൻ ആണ്. ടൈം ലൈൻ നോക്കുമ്പോൾ നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സിന്ധു നദീതട സംസ്കാരമാണ് അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് സിന്ധു നദീതട സംസ്കാരം അല്ലെ. സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? ഇന്ത്യയുടെ പുരാതനമായ ചരിത്രം ആരംഭിക്കുന്നത്. സിന്ധു നദീതട സംസ്കാരം ഏത് കാലഘട്ടമായിരുന്നു? 3300 to 1300 BC ആയിരുന്നു എന്തിന്റെ കാലഘട്ടം? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് 3300 മുതൽ 1300 BCE വരെയുള്ള കാലഘട്ടമായിരുന്നു. ഓക്കെ, അപ്പൊ ഇയർ അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തതാണ് ഏർലി വേദിക് പീരീഡ്. വേദ സംസ്കാരം, വേദ കാലഘട്ടം. വേദിക് കാലഘട്ടം രണ്ടായിട്ടുണ്ട്. എന്താണ്? ഏർലി വേദിക് പീരീഡും ഉണ്ട്, ലേറ്റർ വേദിക് പീരീഡും ഉണ്ട്. ആദ്യം ഏർലി വേദിക് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ കാലഘട്ടം ഏതാണ്? 1500 മുതൽ 1000 BCE വരെയായിരുന്നു എന്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? ഏർലി വേദിക് പീരീഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി തിരിച്ച് നമ്മൾ ലേറ്റർ വേദിക് പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാലഘട്ടം ഏതാണ്? 1000 മുതൽ 600 BC വരെയായിരുന്നു എന്തിന്റെ കാലഘട്ടം? ലേറ്റർ വേദിക് പീരീഡ്. അതായത് വേദിക് മുൻകാലത്തുണ്ടായിരുന്ന ഏർലി വേദിക് പീരീഡ് 1500 to 1000 BC വരെയായിരുന്നു കാലഘട്ടം. ലേറ്റർ വേദിക് പീരീഡ് 1000 to 600 BC വരെയായിരുന്നു ലേറ്റർ വേദിക് പീരീഡിന്റെ കാലഘട്ടം. ഇനി വരുന്നതാണ് അടുത്ത രാജവംശം അല്ലെങ്കിൽ അടുത്ത എന്തായിരുന്നു? മഹാജനപദാസ് റൂള് വരികയാണ്. അത് ഏത് കാലഘട്ടത്തിലായിരുന്നു? 600 മുതൽ 300 വരെ BC ആയിരുന്നു. 600 BC-യിൽ തുടങ്ങി 300 BC വരെ നീണ്ടു നിന്ന കാലഘട്ടമായിരുന്നു ആരുടേത്? മഹാജനപദാസിന്റേത്. ഓക്കെ, അടുത്തതാണ് മൗര്യ രാജവംശം. ഓക്കെ, മൗര്യ രാജവംശം അല്ലെങ്കിൽ മൗര്യ എംപയർ എന്ന് പറയുന്നത് ഏത് കാലഘട്ടമായിരുന്നു? 322 BC മുതൽ 185 BC വരെയായിരുന്നു മൗര്യ രാജവംശത്തിന്റെ കാലഘട്ടമായിട്ട് പറയപ്പെടുന്നത്. അടുത്തതാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ്. അതായത് മൗര്യ കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. അത് ഏകദേശം 185 BC മുതൽ 300 CE വരെ, ക്രൈസ്റ്റ് എറ വന്നു. ഓക്കെ, 185 ബിഫോർ ക്രൈസ്റ്റ് മുതൽ 300 ക്രൈസ്റ്റ് എറ വരെ ആ ഒരു കാലഘട്ടം എന്തായിരുന്നു? പോസ്റ്റ് മൗര്യൻ പീരീഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അതിനുശേഷം വന്നതാണ് ആര്? ഗുപ്ത രാജവംശം. ഗുപ്ത എംപയർ ആണ് അതിനുശേഷം വന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്? 320 CE മുതൽ 550 CE വരെയായിരുന്നു എന്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? ഗുപ്ത രാജവംശത്തിന്റെ കാലഘട്ടമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെത് പറഞ്ഞു, ഏർലി വേദിക് പീരീഡിൻ്റെത് നോക്കുക, ലേറ്റർ വേദിക് പീരീഡ് 1000 മുതൽ 600 BCE വരെയായിരുന്നു
മഹാജനപദാസ് ആണെന്നുണ്ടെങ്കിൽ 600 BCE യിൽ തുടങ്ങി 300 BCE എത്തുമ്പോൾ അവസാനിച്ച കാലഘട്ടമാണ് മഹാജനപദാസിന്റേത്. മൗര്യ രാജവംശമാണെന്നുണ്ടെങ്കിൽ 322 മുതൽ 185 BCE വരെ അവരുടെ കാലഘട്ടമായിരുന്നു. ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡ് ഏത് കാലഘട്ടമായിരുന്നു? 185 BCE മുതൽ 300 CE. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്രൈസ്റ്റ് എറയിലേക്ക് എത്തിയത് ആരാണ്? പോസ്റ്റ് മൗര്യൻ പീരീഡിലാണ് ക്രൈസ്റ്റ് എറയിലേക്ക് എത്തുന്നത്. അതിനുശേഷം വന്ന ഗുപ്ത രാജവംശം ക്രൈസ്റ്റ് എറയിലാണ്. 320 മുതൽ 550 ക്രൈസ്റ്റ് എറ. ആ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു ഇന്ത്യയിലെ രാജവംശം? ഗുപ്ത രാജവംശമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതില് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിപ്പോ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഇയർ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. എന്ന് വെച്ചിട്ട് വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ സംഭവിക്കും. അതായത് ഇപ്പൊ 3300 എന്നുള്ളത് 2000 2500 ഒന്നും ആവില്ല. 3000ന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന 3500 അല്ലെങ്കിൽ 3000 എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് വരാനുള്ള സാധ്യത എപ്പോഴും മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ടൈം ലൈൻ പഠിക്കുമ്പോൾ ആ ഒരു കാലഘട്ടം പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ഏകദേശം റൗണ്ടഡ് ഫിഗർ ആയിട്ടുള്ള ഒരു കാലഘട്ടം നോക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ അത് പല ബുക്കുകളിലും പല രീതിയിലായിരിക്കും എന്തുണ്ടാവുക, ഈ കാലഘട്ടം പ്രതിപാദിച്ചിട്ടുണ്ടാവുക. അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്തത് ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് അല്ലെ. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതായിരുന്നു? 3300 BCE ആണ് അല്ലെ. 3300 BCE മുതൽ എന്തായിരുന്നു? 1300 BCE വരെയായിരുന്നു എന്തിന്റെ കാലഘട്ടം? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാനഡ് സിറ്റീസ് ആണ്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ, നഗരങ്ങളെല്ലാം തന്നെ എന്തായിരുന്നു? പ്ലാൻ ചെയ്തിട്ടുള്ളവയായിരുന്നു. ഓക്കെ, പ്ലാൻ ചെയ്തിട്ടുള്ള നഗരങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു സ്ലൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. യെസ്, ആഡ് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? ഹാരപ്പയാണ് അല്ലെ. പിന്നെ ഒരെണ്ണം പിന്നെയും നമുക്കറിയാം മോഹൻജദാരോ. ഈ രണ്ടെണ്ണം എന്താണ്? നമുക്ക് എല്ലാവർക്കും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയുന്ന പോലുള്ള രണ്ടെണ്ണമാണ് ഹാരപ്പയും മോഹൻജദാരോവും. ഇനി ഇതല്ലാണ്ടെയും ഉണ്ട് പ്രധാനപ്പെട്ട, അടുത്തതാണ് ധോലവിര. ഓക്കെ, ധോലവിര എന്നുള്ളതും എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. പിന്നെയുള്ളത് ഏതാണ്? ലോഥൽ. ഓക്കെ, ലോഥലും അതുപോലെ എന്താണ്? പ്രധാനപ്പെട്ട നഗരമാണ്. പിന്നെയുള്ള ഒരെണ്ണമാണ് കാലിബംഗൻ. ഓക്കെ, കാലിബംഗനും എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നഗരമാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനഡ് സിറ്റീസിൽ പ്രധാനപ്പെട്ട 5 നമ്മൾ നോക്കിയത്. 5 അല്ലേ നോക്കി? യെസ്. ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജദാരോ, ധോലാവിര, ലോഥൽ, കാലിബംഗൻ. ഈ 5 സിറ്റീസ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഉറവിടങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എവിടെ അവൈലബിൾ ആയിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ. അതായത് നമ്മൾ അതിന്റെ ആ ഒരു അവശിഷ്ടങ്ങൾ, ആ നഗരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് പോലുള്ള ആ ഒരു രീതി, ആ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ പറഞ്ഞിട്ട് നിർത്തി പോവോ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആൻഷ്യന്റ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. അതായത് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം, ഈ പോയിന്റുകളെല്ലാം തന്നെ എന്താണ്? നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് അറിയപ്പെടുന്ന ഭരണാധികാരികൾ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല.
ഓക്കെ, അപ്പൊ അതില്ല. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇവിടെ ഗ്രേറ്റ് ബാത്ത് എന്നുള്ളത് എന്താണ്? ഒരു കുളിക്കാനുള്ള സ്ഥലം അല്ലെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുളിക്കാനുള്ള സ്ഥലമാണ്. പക്ഷെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്, ഒരുപാട് പേർക്ക് ഒരുമിച്ച്, അതായത് ഒരു എന്താ പറയാ, ഒരു സോഷ്യൽ വെൽബീയിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഈ ഗ്രേറ്റ് ബാത്ത് എന്നുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കാണപ്പെട്ടിട്ടുള്ളത്? മോഹൻജദാരോയിലാണ് ഈ ഗ്രേറ്റ് ബാത്ത് കാണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മോഹൻജദാരോയിലാണ് എന്തുള്ളത്? ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. ഇനി ഒരു ഡോക്ക് യാർഡ് ഉണ്ട്. എന്താണ് ഡോക്ക് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, അപ്പം ഡോക്ക് യാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഷിപ്പ് യാർഡ് അല്ലെ, ഷിപ്പ് യാർഡ് ആണ്. നമുക്ക് കപ്പലുകളുടെ നങ്കൂരമിടാനും അതുപോലെ എന്താണ് അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടത്താനും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മറൈൻ വെസൽസും ഷിപ്പും ഒക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഡോക്ക് യാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലം എവിടെ കണ്ടിട്ടുണ്ട്? ലോഥൽ എന്നുള്ള, ലോഥൽ എന്താണ്? ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരു നഗരമാണ് അല്ലെ. ആ ലോഥൽ എന്നുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്കൊരു ഡോക്ക് യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്തുണ്ടായിരുന്നു? ഗ്രേറ്റ് ബാത്ത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ്. ഡോക്ക് യാർഡും എന്തിലാണ്? ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നുള്ള ചോദ്യവും എന്താണ്? പ്രധാനമായിട്ട് ഉള്ളതാണ്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള സ്ക്രിപ്റ്റുകൾ, ആ കാലഘട്ടത്തിൽ ഉള്ള എഴുത്തുകൾ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല? വേർതിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഇപ്പം ഏത് സംസ്കാരമാണെങ്കിലും ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ച് ആ സ്ക്രിപ്റ്റ് അന്ന് എഴുതി വെച്ച ബുക്കുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുള്ളത്? എല്ലാ ചരിത്രവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള ആ കാലഘട്ടത്തിൽ നിന്നും ലഭിച്ച സ്ക്രിപ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല? നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല? ഈ പറയുന്നത് പോലെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞു. അടുത്തതാണ് വേദിക് പീരീഡ്. ഓക്കെ, അപ്പം വേദിക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി വേദിക് പീരീഡ് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ്? 1500 മുതൽ 1000 BCE വരെയുള്ള കാലഘട്ടമായിരുന്നു എന്ത്? ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ലേറ്റർ വേദിക് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 1000 മുതൽ 600 BCE വരെ ആയിരുന്നു എന്തിന്റെ കാലഘട്ടം? ലേറ്റർ വേദിക് പീരീഡിന്റെ കാലഘട്ടമായിട്ട് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരാ റൂളേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദിക് പീരീഡിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഭാരത ട്രൈബ് അല്ലെങ്കിൽ ഭരത ട്രൈബാണ് പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഭരത ട്രൈബാണ് പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ആരാണ്? കിങ് സുദാസ്. ഓക്കെ, കിങ് സുദാസും എവിടെയുണ്ട്? കിങ് സുദാസ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്നാണ് കേട്ടോ അതിന്റെ മീനിങ്. കിങ് സുദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് പ്രധാനപ്പെട്ട രാജവംശമായിട്ട് പറയുന്നത്. ഭരത ട്രൈബും കിങ് സുദാസുമാണ് വേദകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, ഭരണാധികാരികളായിട്ട് പറയപ്പെടുന്നത്. ഇനി ഏർലി വേദിക് പീരീഡ് ആണെങ്കിൽ അത് ഋഗ്വേദമാണ്. അവിടുത്തെ ഏർലി വേദിക് പീരീഡിലുള്ളതാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. പാസ്റ്ററൽ എക്കോണമിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ലേറ്റർ വേദിക് പീരീഡ് ആണെങ്കിൽ എന്താണ്? അഗ്രികൾച്ചർ, കൃഷിയാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ പ്രധാന വരുമാന മാർഗം അല്ലെങ്കിൽ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. വർണ്ണ സിസ്റ്റം, അതായത് ശൂദ്രർ വൈശ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണ വിവേചനം തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ്? ലേറ്റർ വേദിക് പീരീഡിൽ നിന്നാണ് ഈ വർണ്ണ വിവേചനങ്ങൾ തുടങ്ങുന്നത്. സഭ, സമിതി ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം തുടങ്ങുന്നത് ഈ പറയുന്ന ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ നിന്ന്. അതായത് രാജാവ്, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ആ ഒരു വർണ്ണ വിവേചനം തുടങ്ങുന്നത് ലേറ്റർ വേദിക് പീരീഡ് മുതൽ ആണ്.
ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ സഭാസമിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസംബ്ലി എന്നാണ് അതിന്റെ മീനിങ്. ഏറ്റവും പുരാതനമായ വേദമാണ് എന്ത്? ഋഗ്വേദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വരാൻ സാധ്യത ഋഗ്വേദം ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ വേദിക് പീരീഡ് എന്ന് പറയാം, അതല്ല ഏർലി വേദിക് പീരീഡ് എന്ന ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് മാർക്ക് ചെയ്യണം? ഏർലി വേദിക് പീരീഡ് എന്ന് തന്നെ ആൻസർ മാർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് വേദിക് പീരീഡ് എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, വേദങ്ങൾ തുടങ്ങുന്ന കാലഘട്ടമാണ്. അടുത്തതാണ് മഹാജനപദാസ്. മഹാജനപദാസിന്റെ കാലഘട്ടം നമുക്കറിയാം ഏതാണ്? 600 BCE തുടങ്ങിയിട്ട് എവിടെയാണ് അവസാനിക്കണേ? 300 BCE. 300 BCE വരെ നീണ്ടു നിന്ന കാലഘട്ടമാണ് ആരുടേത്? മഹാജനപദാസിന്റേത് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് മഗധ രാജനായിരുന്നു. ഓക്കെ, മഗധ രാജവംശമായിരുന്നു ഏറ്റവും പവർഫുൾ ആയിട്ടും അല്ലെങ്കിൽ എല്ലായിടത്തും അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? മഗധ രാജവംശമായിരുന്നു. ഇനി മഗധയിൽ തന്നെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബിംബിസാരയും അജതശത്രു. ഓക്കെ, അജതശത്രുവും ബിംബിസാരയുമായിരുന്നു മഗധ രാജവംശത്തിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിട്ട് ഭരണാധികാരികളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ മഹാജനപദാസ് അല്ലെങ്കിൽ മഗധ കാലഘട്ടത്തിൽ അവിടുത്തെ തലസ്ഥാനം ഏതായിരുന്നു? രാജ്ഗീരും പാടലീപുത്രവുമായിരുന്നു ഇവരുടെ തലസ്ഥാന നഗരങ്ങളായിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് പ്രധാനമായിട്ട് മഹാജനപദാസ് എന്ന് പറഞ്ഞാൽ മഗധ രാജവംശത്തിന്റെ കാര്യമാണ് പറയുന്നത്. 16 മഹാജനപദാസിൽ ഏറ്റവും പവർഫുൾ ആയത് മഗധയാണ്. മഗധയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മഗധ ഭരണാധികാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ബിംബിസാര ആൻഡ് അജശത്രു എന്ന് പറയുന്നത്. അതുപോലെ മഗധ രാജവംശത്തിന്റെ തലസ്ഥാന നഗരങ്ങളായിരുന്നത് രാജ്ഗീറും അതുപോലെ പാടലീപുത്രവും ആയിരുന്നു. ഇനി എന്തുകൊണ്ടാണ് മഗധ പവർഫുൾ ആണ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഗധ കാലഘട്ടത്തിലാണ് അയൺ മൈൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അയണിന്റെ എന്തുണ്ടായിരുന്നു? ക്വാറികൾ അല്ലെങ്കിൽ മൈനുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ആർമി, നല്ലൊരു എന്തുണ്ടായിരുന്നു? ആർമി ആർക്കുണ്ടായിരുന്നു? മഗധ രാജവംശത്തിന് ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് എന്താണ്? ഗംഗാ റിവർ ട്രേഡ്, അതായത് ഗംഗാ നദിയിൽ കൂടെയുള്ള കച്ചവടം തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? മഗധ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തായിട്ട് പറയപ്പെടുന്നത്? മഗധ രാജവംശം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാലഘട്ടമാണ്, രാജവംശമാണ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? മഹാജനപദാസും മഗധയുമാണ് നമ്മൾ പറഞ്ഞത്. അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് നോക്കുന്നത് മൗര്യ എംപയർ ആണ്. മൗര്യ രാജവംശമാണ്. മൗര്യ രാജവംശത്തിന്റെ കാലഘട്ടം ഏതായിരുന്നു? 322 BCE തുടങ്ങി 185 BCE വരെ നീണ്ടു നിന്ന കാലഘട്ടമാണ് മൗര്യ രാജവംശത്തിൻ്റെത്. മൗര്യ രാജവംശത്തിന്റെ എന്താ പറയുക, തലസ്ഥാന നഗരം എവിടെയായിരുന്നു? പാടലീപുത്രയായിരുന്നു അവരുടെ തലസ്ഥാന നഗരം. മൗര്യ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. അല്ലെ, ഏറ്റവും പവർഫുൾ റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ത് സ്ഥാപിക്കുന്നത്? ഈ പറഞ്ഞ മൗര്യ രാജവംശം സ്ഥാപിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസർ അല്ലെങ്കിൽ ഉപദേശിയായിരുന്നു ചാണക്യൻ. അല്ലെ, ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാൻ. ഇന്നും നമ്മൾ ചാണക്യൻ പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇന്നും നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ മൗര്യ രാജവംശത്തിന്റെ കാലഘട്ടം നോക്കുക. പാടലീപുത്രമായിരുന്നു തലസ്ഥാന നഗരം. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശി ആരായിരുന്നു? ചാണക്യനായിരുന്നു. ചാണക്യ വചനം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് നോക്കാം? ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് നോക്കാം. ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ത് ചെയ്തത്? മൗര്യ രാജവംശം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. നിക്കേറ്റർ, സെലസ്കസ് നിക്കേറ്ററിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിന്റെ ചൈത്രയാത്ര തുടങ്ങുന്നത്. അർത്ഥശാസ്ത്ര ബൈ ചാണക്യൻ. ചാണക്യന്റെ അർത്ഥശാസ്ത്ര അല്ലെ. ചാണക്യൻ എന്താ പറയുക? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യ. ചാണക്യന്റെ വേറൊരു പേരാണ് കൗടില്യാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് എന്ത്? അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അപ്പൊ അർത്ഥശാസ്ത്രം എന്നുള്ളത് എന്താണ്? ഇന്നും നമ്മൾ പഠനത്തിന് ഉപയോഗിക്കുന്ന ബുക്കാണ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു എന്ത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത്.
അപ്പോൾ മൗര്യ രാജവംശം അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹം സെലീക്കസ് നിക്കേറ്ററിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൗര്യ രാജവംശം സ്ഥാപിക്കുന്നത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം, ചാണക്യന്റെ ഉപദേശപ്രകാരമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ പ്രവർത്തിച്ചിരുന്നത്. ചാണക്യോപദേശങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ബുക്കാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ വലിയ സാമ്രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇതായിരുന്നു എന്ത്, മൗര്യ രാജവംശം എന്ന് പറയുന്നത്. ആദ്യത്തെ ഏറ്റവും വലിയ രാജവംശമായിരുന്നു മൗര്യ രാജവംശം. ഓക്കെ, അടുത്തതാണ് ബിന്ദുസാര. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്ദുസാര എന്താണ്, മഗധ രാജനാണ് അല്ലെ, മഗധ രാജനാണ്. 298 മുതൽ 273 വരെയുള്ള കാലഘട്ടത്തിലാണ് ആരുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നത്, ബിന്ദുസാരയുടെ ഭരണത്തിൽ മൗര്യ രാജവംശം ഉണ്ടായിരുന്നത്. ഇപ്പൊ ബിന്ദുസാര ആരാണ്, ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനാണ് ബിന്ദുസാര മഹാരാജാവ് എന്ന് പറയുന്നത്. ബിന്ദുസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത്രോകേറ്റ്സ് എന്നാണ് അതിന്റെ ഗ്രീക്ക് നെയിം ആയിട്ട് പറയുന്നത്. ഈ ഒരു മൗര്യ രാജവംശത്തിനെ സൗത്ത് വാർഡ്സ്, അതായത് ഇങ്ങ് താഴേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്തതാരായിരുന്നു, ബിന്ദുസാരയായിരുന്നു. ഓക്കെ, ചന്ദ്രഗുപ്തന്റെ പുത്രനായിരുന്ന ബിന്ദുസാര മഹാരാജാവാണ് മൗര്യ രാജവംശത്തിനെ ഇങ്ങോട്ടേക്കും കൂടെ, അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് അശോക ചക്രവർത്തി അല്ലെ, കലിംഗ യുദ്ധം. 261 BC-യിൽ നടന്ന കലിംഗ യുദ്ധമാണ് എന്ത്, അശോക ചക്രവർത്തിയെ അത്രത്തോളം പ്രശസ്തനാക്കുന്നത്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 273 മുതൽ 232 BCE വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം എന്താണ് അതിന് പുറകിലുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് കലിംഗ യുദ്ധം നടന്നു. അദ്ദേഹം ആ ഒരു യുദ്ധത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഒരുപാട് മരണങ്ങളും മരിച്ചവരുടെ ബന്ധുക്കളുടെ വിലാപങ്ങളും അനാഥരായി പോയി കിടക്കുന്ന അനാഥ ശവങ്ങളും അനാഥരായി കിടക്കുന്ന ജനങ്ങളും അങ്ങനെയൊക്കെയാണ് കണ്ടത്. അത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചറിവ് ലഭിക്കുകയും അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ക്ഷത്രിയ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു രാജജീവിതം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ബുദ്ധമതം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ധാമ എന്നുള്ള പോളിസിയാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രകൃത് എന്നുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് എന്തുള്ളത്, ഈ പറയുന്ന അശോക ചക്രവർത്തി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. വർഷവും വാക്കുകളും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം. അശോക ചക്രവർത്തിയുടെ കാലഘട്ടം, കലിംഗ യുദ്ധം, ബുദ്ധിസം ചെയ്തു, ധാമ പോളിസി, പ്രകൃത് എന്നുള്ള ഇൻസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അശോക ചക്രവർത്തിയുടെ കാര്യത്തിൽ നോക്കാനുള്ളത് ഇനിയുണ്ട്. അതായത് അശോക ചക്രവർത്തി ഫോളോ ചെയ്തിരുന്ന അതായത് ഇൻസ്ക്രിപ്ഷൻ ഏത് ഭാഷയിലാണ്, പ്രകൃത് എന്നുള്ള ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇൻസ്ക്രിപ്ഷൻ. ബ്രഹ്മി ആൻഡ് കരോസ്തി ആണ് സ്ക്രിപ്റ്റ്. ഓക്കെ, ബ്രഹ്മി ആൻഡ് കരോസ്തി ആണ് സ്ക്രിപ്റ്റ്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബ്രഹ്മി ആൻഡ് കരോസ്തി ആണ് സ്ക്രിപ്റ്റ് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇനി അശോക സിംബൽസ്, അശോക സ്തംഭങ്ങൾ അല്ലെങ്കിൽ അശോക സ്തൂപം എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ, ഇത്. അപ്പൊ ഇതിൽ എന്താണുള്ളത്, ലയൺ ക്യാപിറ്റൽ, നാഷണൽ എംബ്ലം ആണ് അല്ലെ, നാഷണൽ എംബ്ലം ആയിട്ടാണ് ലയൺ ക്യാപിറ്റൽ അശോക ചക്രവർത്തി സ്വീകരിച്ചിരുന്നത്. അശോക ചക്രം എവിടെയാണ്, നാഷണൽ ഫ്ലാഗില്, പില്ലർ ആൻഡ് റോക്ക് എഡിക്സ്, ഇതാണ് എന്തുള്ളത്, നമ്മുടെ അശോക സ്തംഭം അല്ലെങ്കിൽ സിംബൽ ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, നാഷണൽ എംബ്ലം, ഇന്ത്യയുടെ നാഷണൽ എംബ്ലം എന്താണ്, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അല്ലെ, അശോക സ്തംഭമാണ് ഇന്ത്യയുടെ നാഷണൽ എംബ്ലം ആയിട്ട് പറയുന്നത്. അതുപോലെ ഈ അശോക ചക്രമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അശോക ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ തന്നെയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തതാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ്. ഓക്കെ, പോസ്റ്റ് മൗര്യൻ. ഇനി നമുക്ക് ഇതില് പ്രധാനമായിട്ട് അശോക ചക്രവർത്തിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഏത് യുദ്ധമാണ് അശോക ചക്രവർത്തിയുടെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് ചോദിക്കും. ഏത് യുദ്ധമായിരുന്നു അത്, കലിംഗ യുദ്ധമാണ്. ഓക്കെ, അപ്പൊ ആ പേര് മറന്നു പോകരുത്, കലിംഗ യുദ്ധമാണ് അശോക ചക്രവർത്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. പിന്നെ ചോദിക്കാനുള്ളത്, അശോക ഇൻസ്ക്രിപ്ഷൻസ് ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എന്നാണ്. അത് ഏത് ഭാഷയാണ്, പ്രകൃത് എന്നുള്ള ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പ്രാകൃത് അല്ലെങ്കിൽ പ്രകൃത് എന്നുള്ള ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ,
ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡ് ആണ്. പോസ്റ്റ് മൗര്യൻ പീരീഡിൽ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ഏതൊക്കെയായിരുന്നു എന്നറിയോ? ശുംഗാസ്, കുശനാസ്, അതുപോലെ എന്താണ് ശതവാഹനാസ്. ശുംഗാസ്, ശതവാഹനാസ്, കുശനാസ്, ഇതാണ് പ്രധാനപ്പെട്ട എന്ത് ഡൈനാസ്റ്റീസ് ആണ്. ഈ മൂന്നെണ്ണവും എന്താണ് പ്രധാനപ്പെട്ട ഭരണ വംശമായിരുന്നു, ഡൈനാസ്റ്റീസ് ആയിരുന്നു ശുംഗാസ്, ശതവാഹനാസ്, കുശനാസ് എന്നുള്ളത്. പോസ്റ്റ് മൗര്യൻ പീരീഡിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭരണാധികാരി ആരായിരുന്നു? കനിഷ്ക രാജാവായിരുന്നു. കനിഷ്ക മഹാരാജാവ് ആരാണ്? കുശന രാജവംശത്തിലെ മഹാരാജാവായിരുന്നു കനിഷ്കൻ. ഓക്കെ, അപ്പൊ പോസ്റ്റ് മൗര്യൻ പീരീഡിലെ പ്രധാനപ്പെട്ട ഭരണ വംശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശുംഗാസ്, ശതവാഹനാസ്, കുശനാസ്. അതിലെ ഏറ്റവും പോസ്റ്റ് മൗര്യൻ പീരീഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പറയപ്പെടുന്ന ഭരണാധികാരിയാണ് കനിഷ്ക മഹാരാജാവ്. അദ്ദേഹം കുശന രാജവംശം അല്ലെങ്കിൽ കുശന ഡൈനാസ്റ്റിയുടെ രാജാവായിരുന്നു. ഓക്കെ, ഇനി കനിഷ്കയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുശന റൂളർ ആണ്, പേട്രൺ ഓഫ് ബുദ്ധിസം, അതായത് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്? കനിഷ്ക മഹാരാജാവ് എന്ന് പറയുന്നത്. ഗാന്ധാര ആർട്ട് പ്രൊമോട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ആയിരുന്നു ആര്? കനിഷ്ക എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കുശന റൂളർ ആണ്, ബുദ്ധിസത്തിന്റെ പേട്രൺ ആയിരുന്നു, ഗാന്ധാര ആർട്ട് ഫോളോ ചെയ്ത അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത വ്യക്തിയാണ് കനിഷ്ക. 4ാമത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആണ് കനിഷ്ക. ഓക്കെ, ഇനി അടുത്തതാണ് ഗുപ്ത രാജവംശം. ഗുപ്ത എംപയർ. ഗുപ്ത എറ തുടങ്ങുന്നത് എപ്പോഴാണ്? 320 ക്രൈസ്റ്റ് എറയിലാണ് തുടങ്ങുന്നത്. ടൈം ലൈൻ ഏതാണ്? 320 മുതൽ 550 വരെ ആയിരുന്നു എന്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? ഗുപ്ത രാജവംശത്തിന്റെ കാലഘട്ടം. അതിലെ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നാണ് എന്തറിയപ്പെടുന്നത്? ഗുപ്ത കാലഘട്ടം അറിയപ്പെടുന്നത്. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നാണ് ഗുപ്ത കാലഘട്ടം അറിയപ്പെടുന്നത്. ഓക്കെ, ഗുപ്ത റൂളേഴ്സ്, പ്രധാനമായിട്ടുള്ള ഗുപ്ത ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ചന്ദ്രഗുപ്ത 1 ഗുപ്ത രാജവംശം സ്ഥാപിച്ച വ്യക്തിയാണ്. അടുത്തതാണ് സമുദ്രഗുപ്ത, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് സമുദ്രഗുപ്തൻ അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത 2 ആണ് ആര്? വിക്രമാദിത്യൻ. ഓക്കെ, അപ്പോ ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, വിക്രമാദിത്യൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഗുപ്ത രാജവംശത്തിൽ പ്രധാനമായിട്ട് ലഭിച്ച മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 0 ആൻഡ് ഡെസിമൽ സിസ്റ്റം മുന്നോട്ട് വെച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ആര്യഭട്ടന്റെ കാലഘട്ടമായിരുന്നു. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ തുടങ്ങിയ കാലഘട്ടമാണ്. അജന്ത കേവ്സ് മുന്നോട്ട് വന്ന അല്ലെങ്കിൽ അജന്ത കേവ്സ് എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം ഗുപ്ത കാലഘട്ടത്തിലാണ്. ഫഹീൻ വിസിറ്റഡ് ഇന്ത്യ. ഇതൊക്കെ എന്താണ്? ഗുപ്ത കാലഘട്ടത്തിൽ നടന്ന മുന്നേറ്റങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കോർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്? നമുക്ക് MCQ ആയിട്ട് വരാൻ ഒരുപാട് സാധ്യതയുള്ള പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയാവുന്നത് പോലെ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.